നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലയോര ഹൈവേ റൂട്ട് നിർണയത്തിൽ തിരുത്തലുകൾ വേണമെന്ന് മലയോര വികസന സമിതി. മലയോരത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് വികസന സമിതി സെക്രട്ടറി ജോസഫ് കനകമൊട്ട. RSP ജില്ലാ സമ്മേളനം 28-ന് കാഞ്ഞങ്ങാട് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ജനശ്രീ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പരിഹസിച്ച CPM ഇപ്പോൾ വിഷരഹിത പച്ചക്കറിയും മാലിന്യ നിർമ്മാർജ്ജനവും ഏറ്റെടുക്കാൻ രംഗത്ത് വന്നിരിക്കുകയാണെന്ന് ജനശ്രീ സുസ്ഥിര മിഷൻ കേന്ദ്ര സമിതി ചെയർമാൻ MM ഹസൻ. പള്ളിക്കര പഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികാഘോഷത്തിന് തുടക്കമായി. ഹൈസ്കൂൾ അധ്യാപകർക്കായി ഹൊസ്ദുർഗ് ലീഗൽ സർവീസ് കമ്മിറ്റി സംഘടിപ്പിച്ച നിയമ ബോധവൽക്കരണ ക്ലാസ് ശ്രദ്ധേയമായി. ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയർ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ സത്യാഗ്രഹ സമരം തുടങ്ങി. വാർത്തകൾ വിശദമായി. മലയോര ഹൈവേ റൂട്ട് നിർണയത്തിൽ തെറ്റുണ്ടെന്ന് കാസർഗോഡ് ജില്ലാ മലയോര വികസന സമിതി സെക്രട്ടറി ജോസഫ് കനകമൊട്ട. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആരോപിച്ചത്. മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ നാറ്റ്പാക് നടത്തിയ റൂട്ടിൽ നിർണയത്തിൽ തെറ്റ് സംഭവിച്ചതായി കാസർഗോഡ് ജില്ലാ മലയോര വികസന സമിതി സെക്രട്ടറി ജോസഫ് കാനവട്ടെ പറഞ്ഞു. നിലവിലുള്ള സർക്കാരിന്റെ പരിഗണനയിലുള്ള മലയോര ഹൈവേ വോർക്കാടിയിലെ നന്ദാര പദവിയിൽ നിന്നും സുഗന്ധകോട്ട, ബദിയൊടുക്ക, ശങ്കരമ്പാടി, കോളിച്ചാൽ, മാലോം, ചിറ്റാരിക്കാൽ വഴി ചെറുപുഴ വരെയാണ്. എന്നാൽ 2002-ൽ നാറ്റ്പാക് റൂട്ട് നിർണയം നടത്തിയപ്പോൾ പടുപ്പ് മുതൽ മാലോം വരെയുള്ള ഭാഗത്ത് ദൂരം കണക്കാക്കിയ കാര്യത്തിൽ കാര്യമായ തെറ്റുകൾ സംഭവിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതടക്കം ഒട്ടേറെ തെറ്റുകൾ അന്നത്തെ സർവേ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളതായി പറഞ്ഞു. ഈ മലയോര ഹൈവേയുടെ ആവശ്യം ഏറ്റവും കൂടുതലുള്ളത് കാസർഗോഡ് ജില്ലയ്ക്കാണ്. അവിടെയാണ് ഗതാഗതങ്ങളുടെ അഭാവം കൊണ്ടാണ് അവിടെ ഈ വികസനമെല്ലാം മുരടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് ഇനിയെങ്കിലും കേരളത്തിലെ വികസനം വടക്ക് നിന്ന് തെക്കോട്ട് തുടങ്ങി ഒരു പുതിയ ഒരു വികസന ശൈലി ഇവിടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതും ഈ ലീഡ ജേക്കബ് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഈ കാസർഗോഡ് നിന്ന് നന്ദാര പദവിയിൽ നിന്ന് ഈ റോഡ് പണി തുടങ്ങാനായിട്ട് തീരുമാനമെടുത്തു. 2001-ലാണ് ഇത് നടക്കുന്നത്. തീരുമാനം എടുത്തെങ്കിലും 2005 വരെ ഈ കാസർഗോഡ് ജില്ലയിലെ MLA-മാർക്കും ഇത് താല്പര്യമില്ല. അവർക്ക് ഇത് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് അധികം ഇവിടുത്തെ 5 MLA-മാരും തീരദേശത്തുള്ളവരാണ്. അവർക്ക് മലയോരത്തിൻ്റെ കാര്യം ഈ തിരഞ്ഞെടുപ്പ് വരുന്ന കാലത്തെ അങ്ങോട്ടൊക്കെ വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ ഇതിനകത്ത് താല്പര്യം എടുക്കാത്തതുകൊണ്ട് KC ജോസഫ് പറഞ്ഞു, എന്നാൽ അത് എൻ്റെ മണ്ഡലത്തിൽ അങ്ങ് തുടങ്ങാം. ഒരു വ്യാഴവട്ടക്കാലം മുൻപ് നാറ്റ്പാക് നടത്തിയ പരിശോധനയ്ക്ക് ശേഷം മലയോരത്തിൽ വന്ന മാറ്റങ്ങൾ പരിഗണിക്കണമെന്ന് ജോസഫ് കാനമട്ടെ കാഞ്ഞങ്ങാട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. RSP കാസർഗോഡ് ജില്ലാ സമ്മേളനം ജൂലൈ 28, 29 തീയതികളിലായി നടക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ 20ാം ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി RSP കാസർഗോഡ് ജില്ലാ സമ്മേളനം ജൂലൈ 28, 29 തീയതികളിൽ സഖാവ് K പങ്കജാക്ഷൻ നഗറിൽ നടക്കും. RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി 28-ന് കൊടിമര ജാഥ കുറ്റിക്കോൽ ശങ്കരൻപാടി സഖാവ് ചാത്തുകുട്ടി നമ്പ്യാരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കും. RYF ദേശീയ ജനറൽ സെക്രട്ടറി സലീം P ചാക്കോ പതാക ജാഥ ഉദ്ഘാടനം ചെയ്യും. 29-ന് രാവിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സമ്മേളനം ആരംഭിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KS അനിൽകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം K ചന്ദ്രബാബു, ഹരീഷ് B നമ്പ്യാർ തുടങ്ങിയ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സമ്മേളനം 28-29 തീയതികളിൽ കാഞ്ഞങ്ങാട് ബേക്കൽ ഇന്റർനാഷണൽ ഹോട്ടലിലെ ഹാളിൽ സഖാവ് K പങ്കജാക്ഷൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് AA അസീസ് MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് KS അനിൽകുമാർ,
സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സഖാവ് സലീം പി ചാക്കോ, സഖാവ് കെ ചന്ദ്രബാബു എന്നിവരാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. ഈ യോഗത്തോടനുബന്ധിച്ച് 28-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് സമ്മേളന നഗറിൽ ഉയർത്താനുള്ള കൊടിമര ജാഥ കുറ്റിക്കോലിലെ ഉള്ള ശങ്കരൻപാടിയിൽ നിന്നും പ്രയാണമായിരിക്കും. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് ചാത്തുക്കുട്ടി നമ്പ്യാരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് കൊടിമര ജാഥ പുറപ്പെടുന്നത്. അന്നേ ദിവസം തന്നെ പതാക ജാഥ ഉച്ചയ്ക്ക് 3 മണിക്ക് സഖാവ് കെ വി കൃഷ്ണൻ മാസ്റ്റർ, തൃക്കരിപ്പൂരിലുള്ള സഖാവ് കെ വി കൃഷ്ണൻ മാസ്റ്ററുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും സഖാവ് സി എ കരീം ചന്ദേര RYFന്റെ സംസ്ഥാന സെക്രട്ടറി ജാഥ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ PR കുഞ്ഞിരാമൻ തൃക്കരിപ്പൂർ മണ്ഡല സെക്രട്ടറിയും ഏറ്റുവാങ്ങുന്നതാണ്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ RSP ജില്ലാ സെക്രട്ടറി PC രാജേന്ദ്രൻ, ഹരീഷ് P നമ്പ്യാർ, CA കരീം ചന്ദേര, കരിവള്ളൂർ വിജയൻ, ലക്ഷ്മണൻ നമ്പ്യാർ, ബാലകൃഷ്ണൻ നമ്പ്യാർ എന്നിവർ സംബന്ധിച്ചു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടന്നു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് കുടുംബസംഗമം നടന്നത്. ജനശ്രീ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിനെ പരിഹസിച്ച CPM ഇപ്പോൾ വിഷരഹിത പച്ചക്കറിയും മാലിന്യ നിർമ്മാർജ്ജനവും ഏറ്റെടുത്ത് നടത്തുന്ന സമീപനം സ്വാഗതാർഹമാണെങ്കിലും വിഷമില്ലാത്ത മനസ്സുകൾ അവർക്കുണ്ടായിരുന്നെങ്കിൽ രാഷ്ട്രീയം എത്രയോ നന്നാവുമായിരുന്നു എന്ന് ജനകീയ സുസ്ഥിര മിഷൻ കേന്ദ്ര സമിതി ചെയർമാൻ MM ഹസൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് നടന്ന ജനകീയ സുസ്ഥിര വികസന സെമിനാറിന്റെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സത്യാഗ്രഹങ്ങളും സമരങ്ങളും നിയമലംഘനങ്ങളും അല്ലെങ്കിൽ നിസ്സഹകരണ സമരങ്ങളും മാത്രമല്ല, അതോടൊപ്പം പാവപ്പെട്ട സമൂഹത്തിൽ പിന്തള്ളപ്പെട്ടു പോയ ചില വിഭാഗം, പട്ടികജാതിക്കാർ, അന്യജാതിക്കാർ, മധ്യവർഗം, സ്വദേശി പ്രസ്ഥാനം, അടിസ്ഥാന വിദ്യാഭ്യാസം, ഇങ്ങനെ ഒട്ടേറെ പരിപാടി. ഇതിനെല്ലാം അടിസ്ഥാന ലക്ഷ്യമുണ്ടായിരുന്നു വ്യക്തിയെ, സമൂഹത്തെ, രാഷ്ട്രത്തെ സ്വയം പര്യാപ്തമാക്കണം. ബ്രിട്ടീഷുകാർക്ക് വിട്ടു പോയപ്പോൾ നമ്മുടെ രാജ്യത്തിന് സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തിയുണ്ടാകുന്നത് ഈ കർമ്മപരിപാടി ഏറ്റെടുക്കണമെന്ന് നാം ഉദ്ദേശിച്ചതാണ്. പക്ഷേ അധികാര രാഷ്ട്രീയമാണ് ജനാധിപത്യത്തിന്റെ പ്രധാന ഘടകം. M അസീനാർ ചടങ്ങിൽ അധ്യക്ഷനായി. K സുരേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. K നീലകണ്ഠൻ, സൈമൺ പള്ളത്തുംകുഴി, മടിയൻ ഉണ്ണികൃഷ്ണൻ, K ബാലചന്ദ്രൻ, സുജിത് പുതുക്കൈ, VV ശോഭ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. VV സുധാകരൻ സ്വാഗതവും ചന്ദ്രൻ പനങ്കാവ് നന്ദിയും പറഞ്ഞു. പള്ളിക്കര പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 17ാം വാർഷികാഘോഷം തുടങ്ങി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ദാരിദ്ര്യ ലഘൂകരണം, സ്ത്രീ ശാക്തീകരണം, സാമൂഹ്യ വികസനം എന്നിവ ലക്ഷ്യമിട്ടാണ് കുടുംബശ്രീകൾ പ്രവർത്തിക്കുന്നത്. കുടുംബശ്രീ CDSന്റെ 17ാം വാർഷികാഘോഷം പനയാൽ മഹാലിംഗേശ്വര ക്ഷേത്ര സേവാ മന്ദിരത്തിൽ തുടങ്ങി. ഘോഷയാത്രയോടെയാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത്. ഘോഷയാത്രയിൽ 100 കണക്കിന് കുടുംബശ്രീ പ്രവർത്തകർ അണിനിരന്നു. വാർഷികാഘോഷം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK മാധവി ഉദ്ഘാടനം ചെയ്തു. വിവിധ പരിപാടികളോടുകൂടി 2 ദിവസങ്ങളായി നമ്മുടെ ഈ പരിപാടി നടക്കുകയാണ്. ദാരിദ്ര്യ ലഘൂകരണം, സ്ത്രീ ശാക്തീകരണം, സാമൂഹ്യ വികസനം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ ഈ കുടുംബശ്രീ 17 വർഷമായി പ്രവർത്തിച്ചു വരികയാണ്. അതായത് 1998 മലപ്പുറത്ത് വെച്ച് നമ്മുടെ സംഘടന രൂപം കൊള്ളുകയും ആ സംഘടന നമ്മുടെ സഹോദരിമാരെ ആരോഗ്യപരമായും ബുദ്ധിപരമായും നല്ലൊരു വളർച്ചയോടുകൂടി ജീവിതത്തിൽ തലയിറക്കി നിൽക്കാനുള്ള നല്ലൊരു ശക്തമായ പ്രവർത്തനമാണ് നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KCK ഷീബ അധ്യക്ഷയായി. മെമ്പർ സെക്രട്ടറി K ചഞ്ചലകുമാരി സംസാരിച്ചു. തേങ്ങ പൊതിക്കൽ, തേങ്ങ ചിരവൽ,
ചൂലുണ്ടാക്കൽ തുടങ്ങിയ മത്സരങ്ങളും നടന്നു. ഞായറാഴ്ച രാവിലെ 9-ന് വാർഷികാഘോഷം കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ കലാമത്സരങ്ങളും അരങ്ങേറും. ഇരു വൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന മകൾക്ക് വൃക്ക നൽകാൻ മാതാവ് തയ്യാർ. എന്നാൽ മാതൃസ്നേഹത്തിന് മുന്നിൽ വൃക്ക സ്വീകരിക്കാനാകാത്തതിന്റെ വേദനയിൽ മകളും. ചെറുവത്തൂർ അമ്മിഞ്ഞിക്കോട്ടാണ് ഈ സംഭവം. അമ്മിഞ്ഞിക്കോട്ടെ ഈ നാരായണന്റെ മകൾ കെ ഗീതയുടേതാണ് ഈ കഥനകഥ. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഗീതയ്ക്ക് തന്റെ വൃക്കകളിലൊന്ന് നൽകാൻ മാതാവ് കെ സാവിത്രി തയ്യാറുമാണ്. എന്നാൽ ഇടയ്ക്കിടെ രക്തസമ്മർദ്ദം കൂടുന്നത് കാരണം ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നില്ല. ബീഡി തൊഴിലാളിയായിരുന്ന ഗീതയ്ക്ക് നനച്ചിരിക്കാതെയാണ് വൃക്കരോഗം പിടിപെട്ടത്. ഭർത്താവിന്റെ തയ്യൽ ജോലിയാണ് ഏക വരുമാന മാർഗം. ആകെ ഉണ്ടായിരുന്ന 30 സെന്റ് സ്ഥലത്തിൽ 20 സെന്റും ഗീതയുടെ ചികിത്സയ്ക്കായി വിറ്റു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞാലേ ജീവിതത്തിലേക്ക് തിരികെ എത്താനാകൂ എന്ന സ്ഥിതിയിലാണ് ഗീത. പിതാവ് നാരായണനാകട്ടെ മരത്തിൽ നിന്ന് വീണ് പരിക്ക് പറ്റി 10 വർഷമായി ചികിത്സയിലാണ്. വൃക്ക മാറ്റിവെക്കലിനും തുടർ ചികിത്സയ്ക്കുമായി നാട്ടുകാർ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. വിജയ ബാങ്കിന്റെ ചെറുവത്തൂർ ശാഖയിൽ 20890101002281 എന്ന നമ്പറിൽ അക്കൗണ്ടും തുടങ്ങി. ഭാര്യയെ സുഹൃത്തുക്കൾക്ക് കാഴ്ചവെച്ചുവെന്ന പരാതിയിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലൂരാവി പട്ടക്കല്ലിലെ ജുനൈദിനെയാണ് ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാഞ്ഞങ്ങാടിനടുത്ത് കൊളവയൽ സ്വദേശിനിയുടെ പരാതി പ്രകാരമാണ് യുവാവ് അറസ്റ്റിലായത്. തന്നെ ഭർത്താവ് നിർബന്ധപൂർവ്വം സുഹൃത്തുക്കൾക്ക് കാഴ്ചവെച്ചുവെന്നാണ് യുവതി പരാതിപ്പെടുന്നത്. യുവതിയുടെ പരാതി പ്രകാരം ജുനൈദിനെ ഹോസ്ദുർഗ് CI യു പ്രേമന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. സർവീസിൽ നിന്ന് വിരമിച്ച പ്രവർത്തകർക്ക് NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് കമ്മിറ്റി യാത്രയയപ്പ് നൽകി. മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം ലഭിച്ച ഗോപാലകൃഷ്ണനെ ചടങ്ങിൽ അനുമോദിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച പ്രവർത്തകർക്ക് കേരള NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കും അവകാശ പോരാട്ടങ്ങൾക്കും കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾക്കും നേതൃത്വം കൊടുക്കുക മാത്രമല്ല, സഹപ്രവർത്തകർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ അവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചികിത്സാ ഫണ്ടായാലും സമൂഹത്തിൽ ഏറ്റവും അന്തസ്സുള്ള അഭിമാനമുള്ള ഇതുപോലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെടുന്ന അത്തരം നമ്മുടെ മെമ്പർമാരെ വ്യക്തികളെ ആദരിക്കുന്ന അനുമോദിക്കുന്ന ചടങ്ങ് ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും എന്തുകൊണ്ടും മാതൃകാപരമാണ്. അതുകൊണ്ടാണ് ഒരു കാലത്ത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്ക് NGO അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അഭിമാനപൂർവ്വം നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് NGO അസോസിയേഷൻ ഇല്ലാതെ കേരളത്തിലെ ഒരു സർക്കാർ ഓഫീസും പ്രവർത്തിക്കില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളത് അസോസിയേഷനും അസോസിയേഷന്റെ ഓരോ അംഗത്തിനും അഭിമാനിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ബ്രിജേഷ് പൈനി അധ്യക്ഷനായി. ജില്ലയിലെ ഏറ്റവും നല്ല വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട ഹോസ്ദുർഗ് വില്ലേജ് ഓഫീസർ ഗോപാലകൃഷ്ണനെ ചടങ്ങിൽ അനുമോദിച്ചു. ചികിത്സയിൽ കഴിയുന്ന അസോസിയേഷൻ അംഗം മോഹനൻ ചുള്ളിപ്പുറത്തിന് സംസ്ഥാന കമ്മിറ്റി അനുവദിച്ച ചികിത്സാ ധനസഹായം യോഗത്തിൽ വിതരണം ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ AV രാജഗോപാലൻ, KC സജിത് കുമാർ, KV ഭക്തവത്സലൻ, MP കുഞ്ഞിമൊയ്തീൻ, VP സുകുമാരൻ, ജില്ലാ പ്രസിഡന്റ് V ദാമോദരൻ, സെക്രട്ടറി സുരേഷ് പെരിയങ്ങാനം, സുരേഷ് കൊഴച്ചാൽ, K അശോക് കുമാർ, A ജോസുകുട്ടി, പ്രകാശൻ കൊട്ടറ, KB ജയപ്രകാശ്, M ശ്രീനിവാസൻ, K ആസ്മ തുടങ്ങിയവർ സംസാരിച്ചു. MV നികീഷ് സ്വാഗതവും വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു. പഠനത്തോടൊപ്പം നിയമ ബോധവൽക്കരണവും നടത്തുന്നതിനായി ഹൈസ്കൂൾ അധ്യാപകർക്കായി നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിശീലന പരിപാടി നടന്നത്. സൗജന്യ നിയമസേവനങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടക്കുന്നത്. ഹൈസ്കൂൾ അധ്യാപകർക്കായി നടന്ന പരിശീലനം ഹോസ്ദുർഗ് കോടതി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നാം അടക്കമുള്ള എല്ലാവരും അതിന് ഉത്തരവാദികളാണ്. സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നതിലുള്ള തകരാറ്, അവർക്ക് ശരിയായ രീതിയിലുള്ള ജീവിത വീക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിലുള്ള അപാകത, അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അവരെ മറ്റു പലതിനും നന്നാവാൻ വേണ്ടി നിർബന്ധിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം, ഇതൊക്കെ കൂടിയാണ് പുതിയ തലമുറ ഈ രീതിയിൽ പല നല്ല കുറച്ചു ലഹരിയും കുറച്ച് അഡ്വഞ്ചറും കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പോൾ അതിൻ്റെ പിറകെ അങ്ങ് പോകും. 1-2 കേസുകളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ആ കുരുക്കുകളിൽ നിന്ന് ഊരിയെടുക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യില്ല. ഈ
ഇത്തരമൊരു സാഹചര്യം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ലീഗൽ സർവീസ് അതോറിറ്റി ഒരു നിയമബോധന ക്ലാസ് അധ്യാപകരിലൂടെ എന്ന ഒരു ആശയത്തിൽ എത്തിച്ചേർന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അധ്യാപനം വളരെ മഹത്തായ പ്രവൃത്തിയാണ്. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ ജീവാനന്ദ് അധ്യക്ഷനായി. കെ പീതാംബരൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സൗമിനി കല്ലത്ത്, ടി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയർ വർക്കേഴ്സ് യൂണിയനാണ് സമരം സംഘടിപ്പിച്ചത്. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ബങ്കര മഞ്ചേശ്വരം സെയിൽസ് ടാക്സ് ചെക്ക് പോസ്റ്റ് സത്യാഗ്രഹ സമരം ശനിയാഴ്ച ആരംഭിച്ചു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സമരം. സത്യാഗ്രഹ സമരം CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം ഭരിച്ചപ്പോൾ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിന്റെ വിഷയം അന്നത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട MLA CH കുഞ്ഞമ്പു CPM ജില്ലാ സെക്രട്ടറി സംഘം അദ്ദേഹം ഇവിടെ MLA തോമസ് ഐസക് എന്ന് പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കേരളം ഭരിച്ചിരുന്നത്. ആ സമയത്തും സാഹിബ് രാജന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിന്റെ വിഷയങ്ങളെ ആസ്പദമാക്കി നിവേദനം നൽകുകയും കുറേയധികം കാര്യങ്ങൾ അന്ന് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. മോട്ടോർ യൂണിയൻ ജില്ലാ സെക്രട്ടറി ഉണ്ണി അധ്യക്ഷനായി. ചെക്ക് പോസ്റ്റിൽ സംസ്ഥാനത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, കുടിവെള്ള സൗകര്യം ഉറപ്പാക്കുക, പല കാരണങ്ങളാൽ പിടിച്ചിടുന്ന വാഹനങ്ങളെയും ടോക്കൺ നമ്പറിന് വേണ്ടി കാത്തുകിടക്കുന്ന വാഹനങ്ങളെയും പാർക്കിംഗ് യാർഡിലേക്ക് മാറ്റുക, അവിടെ ഹോം ഗാർഡിനെ നിയമിക്കുക, രാവിലെ 10 മണി മുതൽ 5 മണി വരെയുള്ള തിരക്കൊഴിവാക്കാൻ ലേഡി സ്റ്റാഫിനെ നിയമിക്കുക, ലോക്കൽ വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. KR ജയാനന്ദ, ബേബി ഷെട്ടി, ചന്തപ്പ മാസ്റ്റർ, കമലാക്ഷൻ, രാജൻ എന്നിവർ സംസാരിച്ചു. പാഠഭാഗങ്ങളിൽ നിന്നും പഠിച്ചുറച്ച കഥകളി രൂപങ്ങൾ ക്ലാസ് മുറിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കുട്ടികൾക്ക് കൗതുകം. സ്പിക്മാക്കയുടെ നേതൃത്വത്തിൽ ഉപ്പിലിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു രംഗാവിഷ്കാരം. കലാമണ്ഡലം ഹരിനാരായണന്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരാണ് കഥകളി അവതരിപ്പിച്ചത്. നളചരിതം ആട്ടക്കഥയാണ് അരങ്ങേറിയത്. 10ാം ക്ലാസ്സിലെ പാഠഭാഗമായതിനാൽ കഥകളി വേഷങ്ങൾ കുട്ടികൾക്ക് കൗതുകത്തിനൊപ്പം വിജ്ഞാനവും പകർന്നു. കഥകളി അവതരണത്തിന്റെ മുഖ്യ ഘടകങ്ങളായ നൃത്ത നാട്യലയങ്ങളുടെ വിവിധ തലങ്ങളും ഭാവം, താളം, അഭിനയരീതി, വേഷം, ചടങ്ങുകൾ എന്നിവ വിവരിക്കുന്ന സോദാഹരണ രീതിയിലായിരുന്നു അവതരണം. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ PV മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കലാപാരമ്പര്യങ്ങൾ എന്തായാലും നമുക്ക് കൂടുതൽ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് ഇംഗ്ലീഷുകാരനാണ്. കാരണം ഇംഗ്ലീഷുകാരൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ എല്ലാവിധ ചിന്തകളോടുകൂടെ അവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നു. നമ്മുടെ കലാരസികന്മാരെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാവുന്നു. ഇതൊക്കെയാണ് ഈ വളരെ ദുഷ്കരമായ വർത്തമാന രീതികൾ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ വിട്ടു നിന്നിട്ട് നമ്മുടെ കലാപാരമ്പര്യങ്ങള്, നമ്മുടെ ക്ലാസിക്കൽ കലകള് മനുഷ്യന് നെയ്യ കണ്ണിൽ പുരട്ടിയാണ് ഇത്തരത്തിലുള്ള കണ്ണുസാധക കഥകളി നടാൻ സഹായകമാക്കുന്നത്. സ്പിക്മാക്കോയുടെ കോർഡിനേറ്റർ രമേശ് ബാബു കഥകളി സംഘാംഗങ്ങളെ പരിചയപ്പെടുത്തി. ഉപ്പിലിക്കൈ മാരാർ സമാജം പുരസ്കാരങ്ങൾ നൽകി. സ്കൂൾ പ്രധാനാധ്യാപിക KV പുഷ്പ സ്വാഗതവും MV ഇന്ദിര നന്ദിയും പറഞ്ഞു. INTUC ജില്ലാ പ്രവർത്തക ക്യാമ്പ് ഓഗസ്റ്റ് 22, 23 തീയതികളിലായി ചെറുവത്തൂർ കാടാങ്കോട്ട് നടക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MC ജോസ് ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോ കാസർഗോഡ് ജില്ല സാമാന്യം ഈ കേരളത്തിലെ മറ്റിതര ജില്ലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ
സാമാന്യം നല്ല നിലയിൽ 10-15ഓളം അഫിലിയേറ്റ് ചെയ്ത യൂണിയനുകൾ, ആയിരക്കണക്കായിട്ടുള്ള തൊഴിലാളികൾ അംഗത്വമുള്ള യൂണിയനുകൾ, പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി മേഖല, തൊഴിലുറപ്പ് മേഖല, അങ്ങനെ പ്ലാന്റേഷൻ മേഖല, അങ്ങനെ ആയിരക്കണക്കായ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ നമ്മുടെ ജില്ലയിലെ INTUC പ്രസ്ഥാനത്തിന് കഴിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് തന്നെ സാമാന്യം നന്നായി പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ സംഘടന നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം. ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലെ കാലിക മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ സംഘടനാ സംവിധാനം ശക്തമാക്കണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് അധ്യക്ഷനായി. CP കൃഷ്ണൻ, V നാരായണൻ, AA റഹീം ഹാജി, ഇട്ടപ്പുറം കുഞ്ഞിക്കണ്ണൻ, KN ശശി, KV സുധാകരൻ, MP പത്മനാഭൻ, AV വിനോദ്, TV കുഞ്ഞിരാമൻ, K ജാനകി, VV ചന്ദ്രൻ, PP കുഞ്ഞിക്കണ്ണൻ, KM ശ്രീധരൻ, MC രാജു എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാനായി V നാരായണനെയും കൺവീനറായി PG ദേവിനെയും നിയോഗിച്ചു. വിവിധ ഉപസമിതികൾക്കും രൂപം നൽകി. കുട്ടി പോലീസുകാർക്കും രക്ഷാകർത്താക്കൾക്കും കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് യോഗ ക്ലാസും നടത്തി. കാസർഗോഡ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടി പോലീസിനും രക്ഷാകർത്താക്കൾക്കും കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂളിൽ നടന്ന പരിപാടി വനിതാ സെൽ CI PV നിർമ്മല ഉദ്ഘാടനം ചെയ്തു. എന്നാലേ നമുക്ക് ഉണ്ണിക്കുരുവോളെങ്കിലും കിട്ടുള്ളൂ. നമ്മുടെ ലക്ഷ്യം എപ്പോഴും വലുതായിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക്, അതല്ലാതെ ഇപ്പോഴേ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നടന്നാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. PTA പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി. കാസർഗോഡ് SI ദേവി, ഹെഡ് മിസ്സസ് അനിതാബായി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സിസ്റ്റർ ഡെല്ലി മരിയ കൗൺസിലിംഗ് ക്ലാസ് നടത്തി. CPO മരിയ ജോസ് ഫ്രാൻസിസ്, ഉഷാകുമാരി, സീനിയർ പോലീസ് ഓഫീസർ അരവിന്ദൻ എന്നിവർ കുട്ടികൾക്ക് യോഗ പരിശീലനം നൽകി. ക്ലസ്റ്റർ തല പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ പോലീസും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി. ജില്ലാ പോലീസും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്ന പൊൻപുലരിയുടെ ക്ലസ്റ്റർ തല പരിശീലനം സംഘടിപ്പിച്ചു. ശനിയാഴ്ച GHSS കാസർഗോഡ് നടന്ന പരിപാടിയിൽ GHSS കാസർഗോഡ്, GMVHSS തളങ്കര, GHSS ചെർക്കല, ദക്കീറത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തളങ്കര എന്നീ വിദ്യാലയങ്ങളിലെ 80ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പരിപാടി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസ IPS ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കുറേ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. SPC മുതൽ കുറേ പദ്ധതികൾ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അതിനേക്കാൾ വളരെ ശാസ്ത്രീയമായിട്ട് നടപ്പിലാക്കിയുള്ള പദ്ധതിയാണ് എൻ്റെ അഭിപ്രായം. വൈവികാസം. ആദ്യം ഒരു സബ്ജക്റ്റിനെ തിരഞ്ഞെടുക്കാം. പ്രതിവർഷം ഈ സബ്ജക്ട് മാറും. ഏതാണ് പ്രസക്ത സബ്ജക്റ്റിലേക്ക് തിരഞ്ഞെടുക്കാം. ആ തിരഞ്ഞെടുത്തിട്ട് പിന്നെ ഒരു മോഡൽ ഉണ്ടാക്കാം. റിസോഴ്സ് പേഴ്സൺസിനെ ആ ഫീൽഡിലുള്ള വിദഗ്ധനെ വിളിച്ചിട്ട് ഒരു മോഡൽ ഉണ്ടാക്കാം. ആ മോഡൽ ഉണ്ടാക്കിയിട്ട് അത് ഹെഡ് മാസ്റ്റർമാർക്ക് പഠിപ്പിക്കാം. ആ ഹെഡ് മാസ്റ്റർമാർ പഠിപ്പിച്ചിട്ട് ഹെഡ് മാസ്റ്റർ വഴി, ടീച്ചേഴ്സ് വഴി തന്നെ അത് കുട്ടികളെ പഠിപ്പിക്കാം. ഇതിനേക്കാൾ ഒരു ശാസ്ത്രീയ രീതിയായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ രീതി ഉണ്ടാവില്ല. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം മുഖ്യാതിഥിയായിരുന്നു. GHSS കാസർഗോഡ് ഹെഡ് മിസ്ട്രസ് അനിതാബായി MP സ്വാഗതവും PT ഉഷ നന്ദിയും പറഞ്ഞു. PTA പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി, സ്റ്റാഫ് സെക്രട്ടറി ഡൊമിനിക് അഗസ്റ്റിൻ, പൊൻപുലരി കോർ കമ്മിറ്റി അംഗങ്ങളായ കബീർ T, സ്കറിയ VJ, SMC ചെയർമാൻ ബഷീർ കൊല്ലമ്പാടി, ഹരിദാസൻ C എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജോലി സ്ഥിരതയ്ക്കായി DDE ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. NTUവിന്റെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടറി TA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ജോലി സ്ഥിരത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ DDE ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ NTU സംസ്ഥാന സെക്രട്ടറി TA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. 2007 മുതൽക്ക് സർവീസിൽ നിന്ന് പുറത്തുപോയിരിക്കുന്ന കുട്ടികളുടെ ദൗർലഭ്യം കാരണം സർവീസിൽ നിന്ന് പുറത്തുപോയിരിക്കുന്ന 1500-ലധികം വരുന്ന അധ്യാപകർ ഇന്നും കേവലം അന്നത്തെ അടിസ്ഥാന ശമ്പളം മാത്രം കൈപ്പറ്റിക്കൊണ്ട് അതിന്റെ മേലെ മറ്റൊരു തരത്തിലുള്ള സർവീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. അവന് പ്രൗഢം കൊണ്ട് ലഭിക്കുന്നില്ല. അവന് മറ്റ് സർവീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. അവന് ഇൻക്രിമെന്റ് ലഭിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ 1500-ലധികം വരുന്ന അധ്യാപകർ ഇന്നും
ജില്ലാ പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കലാകായിക അധ്യാപകരെ നിയമിക്കാതെ ടൈം ടേബിൾ പരിഷ്കരണം നടത്തിയതിലൂടെ കുട്ടികൾക്ക് മറ്റു വിഷയങ്ങൾ പഠിക്കാനുള്ള സമയമാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക, SC/ST ഗ്രാന്റ് 2000 രൂപയാക്കുക, കലാകായിക അധ്യാപകരെ നിയമിക്കുക, HSS, VHSS മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, പ്രൈമറി തലം മുതൽ സംസ്കൃത അധ്യാപക തസ്തിക അനുവദിക്കുക എന്നിവയും ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ധർണയിൽ ജില്ലാ സെക്രട്ടറി വിഘ്നേശ്വര കൊടുങ്കോടി, ജില്ലാ പ്രസിഡന്റ് പ്രഭാകരൻ നായർ, വിഘ്നേശ്വര, ഭാസ്കര C എന്നിവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും കോടികളുടെ അഴിമതി നടത്താനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമായാണ് പാഠപുസ്തക വിതരണം വൈകിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് GTech കോളേജിന്റെയും GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജൂലൈ 30 ജോബ് ഫെയർ സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട് GTech കോളേജിൽ രാവിലെ 10 മണി മുതൽ ജോബ് ഫെയർ നടക്കും. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ, അക്കൗണ്ടന്റ്, കസ്റ്റമർ കെയർ തുടങ്ങിയ വിഭാഗങ്ങളിലെ തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയാണ് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയോര ഹൈവേ റൂട്ട് നിർണയത്തിൽ തിരുത്തലുകൾ വേണമെന്ന് മലയോര വികസന സമിതി. മലയോരത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് വികസന സമിതി സെക്രട്ടറി ജോസഫ് കനകമൊട്ട. RSP ജില്ലാ സമ്മേളനം 28-ന് കാഞ്ഞങ്ങാട്ട് തുടക്കം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ജനശ്രീ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പരിഹസിച്ച CPM ഇപ്പോൾ വിഷരഹിത പച്ചക്കറിയും മാലിന്യ നിർമ്മാർജ്ജനവും ഏറ്റെടുക്കാൻ രംഗത്ത് വന്നിരിക്കുകയാണെന്ന് ജനശ്രീ സുസ്ഥിര മിഷൻ കേന്ദ്ര സമിതി ചെയർമാൻ MM ഹസൻ. പള്ളിക്കര പഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികാഘോഷത്തിന് തുടക്കമായി. ഹൈസ്കൂൾ അധ്യാപകർക്കായി ഹോസ്ദുർഗ് ലീഗൽ സർവീസ് കമ്മിറ്റി സംഘടിപ്പിച്ച നിയമ ബോധവൽക്കരണ ക്ലാസ് ശ്രദ്ധേയമായി. ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയർ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ സത്യാഗ്രഹ സമരം തുടങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.